രണ്ടാം ക്ലാസ് വർക്ക് ബുക്കിലെ 6ാമത്തെ യൂണിറ്റ് പാഠപുസ്തകത്തിലെ അൽ ഖറിയത്തു സഈദ എന്ന പാഠത്തിലെ വർക്കുകളാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നക്തുബു അസ്മാ അൽ മുസാബഖാത്തി, മത്സരങ്ങളുടെ പേരുകൾ എഴുതണം. ഇവിടെ കുറേ മത്സരങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് സൈക്കിൾ ഓട്ടമാണ് അല്ലേ, സൈക്ലിംഗ്. അതിൻ്റെ പേര് ആദ്യം എഴുതാം. അതിനെന്താ പറയുക? റുകൂബു ദറാജത്ത്, നമ്മൾ പഠിച്ചതാണല്ലേ, അതവിടെ എഴുതുക. റുകൂബു ദറാജ, സൈക്കിൾ ഓട്ടം. അടുത്ത ചിത്രം വടംവലിയാണ്. അതിനെന്ത് പറയും? ഷദ്ദുൽ ഹബിൽ, അതും എഴുതുക. ഷദ്ദുൽ ഹബിൽ, വടംവലി. പിന്നെയോ കലമുടക്കൽ, അതിന് നമ്മൾ പഠിച്ചത് കസ്റുൽ ജറ എന്നാണ് അല്ലേ? അതെ, കസ്റുൽ ജറ എന്നും എഴുതുക. പിന്നെ ഇത് കസേര കളിയാണ് അല്ലേ, മ്യൂസിക്കൽ ചെയർ. അതിനെന്തായിരുന്നു പഠിച്ചത്? ലഅബുൽ കറാസി, അങ്ങനെ എഴുതുക. ലഅബുൽ കറാസി, കസേര കളി. ഇനി നുഅദ്ദു ബയാനം ബസീതൻ, ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതണം. ഇതിനെക്കുറിച്ച് എന്തെഴുതും? നമുക്ക് പലതും എഴുതാൻ പറ്റും അല്ലേ? തൽക്കാലം നമുക്ക് ഇങ്ങനെ എഴുതാം: അമാമ, ഫൗക, തഹത്ത, വറ. ഈ വാക്കുകൾ വെച്ചുകൊണ്ട് എഴുതാം. ഇവിടെ പൂമ്പാറ്റ പറക്കുന്നു. ഇവിടെ പൂക്കൾക്ക് മുകളിൽ കൂടെ അല്ലേ? അപ്പോൾ പൂമ്പാറ്റ പൂക്കൾക്ക് മുകളിലാണുള്ളത് എന്നെങ്ങനെ പറയും? പൂമ്പാറ്റയ്ക്ക് അൽ ഫറാശത്തു, അൽ ഫറാശത്തു ഫൗഖൽ അസ്ഹാരി, പൂമ്പാറ്റ പൂക്കൾക്ക് മുകളിലാണുള്ളത്. അൽ ഫറാശത്തു ഫൗഖൽ അസ്ഹാർ, പൂമ്പാറ്റ പൂക്കൾക്ക് മുകളിലാണുള്ളത്. അടുത്ത ചിത്രത്തിൽ വീടിന് പിന്നിൽ മരങ്ങൾ കാണാം അല്ലേ? അപ്പോൾ വീടിൻ്റെ പിന്നിൽ മരങ്ങളുണ്ട് എന്നെങ്ങനെ എഴുതും? പിന്നിൽ എന്നതിന് വറ അൽ ബൈത്തി, വീടിൻ്റെ പിന്നിൽ അഷ്ജാറുൻ, മരങ്ങളുണ്ട്. വറ അൽ ബൈത്തി അഷ്ജാറുൻ, വീടിൻ്റെ പിന്നിൽ മരങ്ങളുണ്ട്. ഇനി ഇവിടെയോ വീടിൻ്റെ മുമ്പിൽ ഒരു കുളമുണ്ട് അല്ലേ? അതെങ്ങനെ എഴുതും? അമാമൽ ബൈത്തി ബിർക്കത്തുൻ, കുളത്തിന് ബിർക്കത്തുൻ എന്നാണ് പറയുക. അമാമൽ ബൈത്തി ബിർക്കത്തുൻ, വീട്ടിൻ്റെ മുമ്പിലൊരു കുളമുണ്ട്. അടുത്തത് മരത്തിൻ്റെ താഴെ ഒരു പശുവുണ്ട്. അതെങ്ങനെ പറയും? തഹത്ത ഷജറത്തി ബക്കറത്തുൻ, മരത്തിൻ്റെ താഴെ ഒരു പശുവുണ്ട്. തഹത്ത ഷജറത്തി ബക്കറത്തുൻ, മരത്തിൻ്റെ ചുവട്ടിലൊരു പശുവുണ്ട്. അങ്ങനെ എഴുതുക. അടുത്ത പാഠം ഒരു ചിത്രമാണ്. എന്താണ് ഈ ചിത്രത്തിലുള്ളത്? 2 കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഇവിടെ വായിച്ചു നോക്കാം. കാന നുഐമു യദ്ഹബു ഇലൽ മദ്രസത്തി, നുഐം സ്കൂളിലേക്ക് പോവുകയായിരുന്നു. സ്വബാഹൻ, രാവിലെ. ഫലഖിയ സ്വദീഖഹു നബീലൻ, അപ്പോഴവൻ തൻ്റെ കൂട്ടുകാരനായ നബീലിനെ കണ്ടുമുട്ടി. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണം നമ്മളിവിടെ എഴുതണം. ആദ്യം നുഐം എന്ത് പറയും? അസ്സലാമു അലൈക്കും. പിന്നെ നബീൽ എന്ത് പറയും? വ അലൈക്കും അസ്സലാം എന്ന് പറയും. ഇനി വേറെ എന്ത് എഴുതാം? അസ്സലാമു അലൈക്കും വ അലൈക്കും അസ്സലാം എന്ന് നമ്മളെപ്പോഴും കാണുന്നതാണ്. അത് തൽക്കാലം എഴുതണ്ട. അതിൻ്റെ ശേഷമുള്ളത് നമുക്കിവിടെ എഴുതാം. നുഐം ആദ്യം എന്ത് ചോദിക്കും? കൈഫൽ ഹാൽ, കൈഫൽ ഹാൽ, ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ? അതിന് നബീൽ എന്ത് പറയും? ബിഖൈർ അൽഹംദുലില്ലാ, ബിഖൈർ അൽഹംദുലില്ലാ, സുഖം തന്നെ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ആദ്യം പറയണം. അത് നമ്മളിവിടെ എഴുതാത്തത് കൊണ്ടാണ്, ബാക്കി എഴുതാൻ വേണ്ടി. അപ്പോൾ നുഐമ ചോദിക്കുന്നു, എങ്ങോട്ടേക്കാ എന്ന് ചോദിക്കാം അല്ലേ? അതിനെന്താ പറയുക? ഇല ഐന, ഇല ഐന, എങ്ങോട്ടേക്കാണ്, എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ നബീൽ എന്തുത്തരം പറയും? ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. അപ്പോൾ നുഐമ പറയുകയാണ്, നദ്ഹബു മഅൻ, നമുക്കൊരുമിച്ച് പോകാം. നദ്ഹബു, നമുക്ക് പോകാം. മഅൻ, ഒരുമിച്ച്. ഒരുമിച്ച് എന്നതിന് മഅൻ എന്നാണ് പറയുക.
നദ്ഹബു മഅൻ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോയി. ഓക്കെ, ഇനി അടുത്ത പേജിലുള്ളത് നുൽസിഖു സൂറത്ത ലാഇബിൻ മുഫല്ലലിൻ വനക്തുബു അൻഹു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ ചിത്രം ഇവിടെ ഒട്ടിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതണം. നിങ്ങൾക്ക് ഏത് കളിയാണ് ഇഷ്ടപ്പെട്ടത്? ഓരോരുത്തർക്കും ഓരോ കളിയായിരിക്കും അല്ലേ. തൽക്കാലം ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാൾ ക്രിക്കറ്റിൻ്റെ ചിത്രം ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് എന്ത് എഴുതാം? എല്ലാത്തിനെ കൊണ്ടും ഇങ്ങനെ തന്നെ എഴുതാം. തൽക്കാലം നമുക്ക് ക്രിക്കറ്റിനെ കൊണ്ട് എഴുതാം. വേറെ ഏതെങ്കിലും കളിയാണ് ഒട്ടിച്ചതെങ്കിൽ ക്രിക്കറ്റിൻ്റെ പേര് മാറ്റി അത് വെച്ചാൽ മതി. ഒഹിബുൽ ക്രിക്കറ്റ്. എന്താണ് ഒഹിബുൽ ക്രിക്കറ്റ്? ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഇനി ക്രിക്കറ്റ് മുംതിഉൻ. ക്രിക്കറ്റ് രസകരമാണ്. മുംതിഉൻ രസകരമാണ്. പിന്നെയോ, അപ്പോൾ ഇത് എല്ലാ കളിയുടെ കൂടെയും വെക്കാവുന്നതാണ് അല്ലേ. ഫുട്ബോൾ ആണെങ്കിൽ ഒഹിബു കുറത്തൽ ഖദം, സൈക്കിളോട്ടമാണെങ്കിൽ ഒഹിബു റുകൂബ ദറാജ. പിന്നെ ഫുട്ബോൾ ആണെങ്കിൽ രസകരമാണ് എന്ന് പറയാൻ കുറത്തുൽ ഖദം മുംതിഅത്തുൻ. അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ഇത് ചേർക്കാൻ പറ്റും. പിന്നെ അവസാനം എന്ത് എഴുതാം? ഫി ക്രിക്കറ്റ് അഹദ അഷറ ലായിബൻ. ക്രിക്കറ്റിൽ 11 കളിക്കാരുണ്ട്. 11 എന്ന എണ്ണം നമ്മൾ പഠിച്ചതാണല്ലേ, അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതിവിടെ എഴുതാം. ഫി ക്രിക്കറ്റ്, ക്രിക്കറ്റിൽ അഹദ അഷറ ലായിബൻ, 11 കളിക്കാരുണ്ട്. കളിക്കാർക്ക് എന്താ പറയുക? ലായിബുൻ, കളിക്കാരൻ. അങ്ങനെ എഴുതുക. ഓക്കെ, ഇനി ഇവിടെ ഹംസ കൊടുത്തിട്ടുണ്ട്. ഹംസ എഴുതി പഠിക്കണം, വായിച്ചും പഠിക്കണം. സമാ ഉൻ, അബുൻ, സുആലുൻ, ദിഅബുൻ. കഴിഞ്ഞ പാഠത്തിലും പഠിച്ചതാണല്ലേ. ഹംസ ഒറ്റക്കും എഴുതും, അലിഫിൻ്റെ മേലെ ഇട്ടുകൊണ്ട് എഴുതും, വാവിൻ്റെ മേലെ ഇട്ടുകൊണ്ട് എഴുതും, യാൻ്റെ മേലെ ഇട്ടുകൊണ്ടും എഴുതും. അതേ രൂപത്തിൽ ഇവിടെ എഴുതി പരിശീലിക്കുക. മിൽ ഉൻ, അർണബുൻ, ഫുആദുൻ, ഖാരിഉൻ. ഇനി ഇവിടെ ടീച്ചർ പറയുന്ന വാക്കുകളൊക്കെ എഴുതുക. പിന്നെയോ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയോ? ജീമിനെ കൊണ്ട് തുടങ്ങുന്ന ജീമുള്ള വാക്കുകൾ. ആദ്യത്തെ കോളത്തിൽ ജീമിനെ കൊണ്ട് തുടങ്ങുന്ന വാക്ക്, രണ്ടാമത്തെ കോളത്തിലോ ജീമ് നടുവിൽ വന്ന ഒരു വാക്ക്, മൂന്നാമത്തേതിൽ ജീം അവസാനം വന്ന വാക്ക്. അതേപോലെ മറ്റുള്ള എല്ലാ അക്ഷരങ്ങളെ കൊണ്ടും നമ്മൾ എഴുതണം. ജീമിനെ കൊണ്ട് എഴുതിയത് വായിച്ചു നോക്കാം. ജമലുൻ, ഫജറുൻ, അംബജൻ. അതേപോലെ മറ്റുള്ള അക്ഷരങ്ങൾ കൊണ്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ജീമ് കഴിഞ്ഞാൽ സീന് അല്ലേ. സമക്കുൻ, നസറുൻ, കീസുൻ. ഇതേപോലെ എഴുതുക. സ്വദറുൻ, ബസലുൻ, റഖ്സുൻ, സ്വാദിനെ കൊണ്ട്. അടുത്തത് ത്വാ, ത്വബുലുൻ, മത്തറുൻ, മുസ്തുൻ. പിന്നെ ഐന്, ഐനുൻ, കഅക്കുൻ, ബൈഉൻ. ഫ, ഫനസുൻ, ഖുഫ്ലുൻ, സൈഫുൻ. ഖാഫ്, ഖൽബുൻ, സഖറുൻ, ഫലഖുൻ. കാഫ്, കൽബുൻ, മക്കറുൻ, ഫലക്കുൻ. ലാം, ലബനുൻ, മിൽഹുൻ, ദൈലുൻ. മീം, മഹദുൻ, ഖമറുൻ, സഖമുൻ. നൂന്, നബത്തുൻ, ബിന്ദുൻ, തിബുനുൻ. യാ, യൗമുൻ, സൈലുൻ, റമ്യൻ. ഇതേപോലെ എഴുതാം. ഇതല്ലാത്ത വേറെ വാക്കുകളും എഴുതാം. ഓക്കെ, ഇനി ഇവിടെ എന്താണുള്ളത്? ഇവിടെ കുറേ ചിത്രങ്ങളുണ്ടല്ലേ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് താഴെ എഴുതണം. ഇവിടെ എന്താണ്? ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നുണ്ട്. വീടിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പോൾ ഹെലികോപ്റ്റർ വീടിൻ്റെ മുകളിലാണ് എന്ന് ഒരു സെൻറ്റൻസ് എഴുതാം. കുറേ സെൻറ്റൻസുകളാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ കാറോ, വീടിൻ്റെ മുമ്പിലൊരു കാറുണ്ട്, അത് വീടിൻ്റെ മുമ്പിലൊരു കാറുണ്ട് എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു ആന നടക്കുന്നുണ്ടല്ലേ, ഒരു ആന നടക്കുന്നു എന്ന് എഴുതാം. പിന്നെ ഒരു പൂമ്പാറ്റ പറക്കുന്നുണ്ട്, അതും എഴുതാം. ഒരു പൂമ്പാറ്റ പറക്കുന്നു എന്ന് എഴുതാം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ കുറേ ഉണ്ടല്ലേ. ഇവിടെ ഒരു പെൺകുട്ടി ബെഞ്ചിൻ്റെ മേലിരിക്കുന്നുണ്ട്, അത് എഴുതാം. ഒരു പെൺകുട്ടി ബെഞ്ചിൻ്റെ മേലെ ഇരിക്കുന്നു. പിന്നെ പെൺകുട്ടിയുടെ കയ്യിൽ എന്തുണ്ട്? കിതാബുണ്ട്, പുസ്തകമുണ്ട് അല്ലേ. അപ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ പുസ്തകമുണ്ട് എന്ന് എഴുതാം. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നിന്നും എഴുതാൻ പറ്റും. നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഹെലികോപ്റ്ററിൻ്റെ എഴുതാം. ഹെലികോപ്റ്റർ എന്താ പറയുക? അത്വാഇറത്തുൽ മിർവഹിയത്തു അല്ലേ. അത്വാഇറത്തുൽ മിർവഹിയത്തു
ഫൗക്കൽ ബൈത്തി, ഹെലികോപ്റ്റർ വീട്ടിൻ്റെ മുകളിലാണുള്ളത്. പിന്നെ അമാമൽ ബൈത്തി സയ്യാറത്തുൻ, വീടിൻ്റെ മുമ്പിലൊരു കാറുണ്ട്. അമാമൽ ബൈത്തി, വീടിൻ്റെ മുമ്പിൽ, സയ്യാറത്തുൻ, ഒരു കാറുണ്ട്. പിന്നെ എന്ത് എഴുതാം? യംഷി ഫീലുൻ, ഒരു ആന നടക്കുന്നു. യംഷി, നടക്കുന്നു. ഫീലുൻ, ഒരു ആന. അടുത്തത് തത്വീറു ഫറാശത്തുൻ, ഒരു പൂമ്പാറ്റ പറക്കുന്നു. തത്വീറു, പറക്കുന്നു. ഫറാശത്തുൻ, ഒരു പൂമ്പാറ്റ. പിന്നെ തജിലിസു ബിന്ദുൻ അല മഖാദിൻ, പെൺകുട്ടി ഒരു ബെഞ്ചിൻ്റെ മേലെ ഇരിക്കുന്നു. തജിലിസു ബിന്ദുൻ, ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അല മഖാദിൻ, ഒരു ബെഞ്ചിൻ്റെ മേലെ. പിന്നെയോ, പിന്നെ ഇത് ഫീ യദിൽ ബിന്ദി കിതാബുൻ, പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. കയ്യിൽ എന്നുള്ളതിന് ഫീ യദി എന്നാണ് പറയുക. ഫീ യദിൽ ബിന്ദി, പെൺകുട്ടിയുടെ കയ്യിൽ, കിതാബുൻ, ഒരു പുസ്തകമുണ്ട്. അങ്ങനെ എഴുതുക. ഇതോടെ നമ്മുടെ വർക്ക് ബുക്ക് മുഴുവൻ കഴിഞ്ഞു. എല്ലാവരും നന്നായി എഴുതിയും വായിച്ചും പഠിക്കുക.